എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്രൈറ്റനിങ് ഫേസ് പാക്ക് റെഡിയാക്കിയ വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റിലേ ഞാൻ കാണിക്കുന്നത് ഇത് വാഷ് ചെയ്യുമ്പോഴുള്ള ഒരു റിസൾട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ഏത് രൂപത്തിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നതെന്നും മിക്സ് ചെയ്യുന്നതെന്നും എല്ലാം ഞാൻ വഴിയെ വീഡിയോയിലോട്ട് കാണിച്ചു തരാം. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യരുത്. അതായത് 101% റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ബ്രൈറ്റനിങ് പാക്കാണ്. എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കരിമംഗല്യം ഒക്കെ ഉള്ളവർക്ക് ബെസ്റ്റ് എന്ന് പറയാം. കരിമംഗല്യമുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫെയ്ഡായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. വിസിബിളായിട്ടുള്ള റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ എങ്ങനെയാണ് നമ്മളിത് മിക്സ് ചെയ്യേണ്ടതെന്നും ഏത് രൂപത്തിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നതെന്നും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വേണ്ടേ നമ്മുടെ ബ്രൈറ്റനിങ് പാക്കിൻ്റെ സാധനങ്ങളാണ് ഞാൻ നിരത്തി വെച്ചേക്കുന്നത്. ആദ്യം ഞാൻ കാണിക്കുന്നത് നമ്മുടെ കടലമാവാണ്, ബേസൻ പൗഡർ. പിന്നെ ഇരിക്കുന്നത് തൈര്. പിന്നെ ഞാൻ അടച്ചു വെച്ചേക്കുന്ന ആ ഒരു ടിന്നിനകത്ത് 2 സാധനം ഉണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ തുറന്നിട്ട്. ഞാൻ ഇതിനകത്തിട്ട് അടച്ചു വെച്ചേക്കുവാണ്. ഇതുണ്ട്, ഒരു പാക്കറ്റിലുള്ളത് മുൾത്താണിമിട്ടിയാണ്, മുൾത്താണിമിട്ടി. മറ്റൊരു പാക്കറ്റിലുള്ളത് ലിക്വറൈസ് പൗഡറാണ്, നമ്മുടെ ഇരട്ടി മധുരം. അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടുവേ. അപ്പം ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിൽ വാങ്ങി വെച്ചേക്കുവാണ് കേട്ടോ. അപ്പം ഈ കടലമാവിൻ്റെയും ലിക്വറൈസ് പൗഡറിൻ്റെയും നമ്മുടെ മുൾത്താണിമിട്ടിയുടെയും ഗുണങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം. ഒറ്റ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുള്ള കറുത്ത കുത്തുകൾ, പാടുകൾ, കരിമംഗല്യം വന്നിട്ടുള്ള പാടുകൾ, ഇത് ഫുള്ള് ഫെയ്ഡാകാൻ സഹായിക്കുന്ന 3 ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ കടലമാവ്, ഇരട്ടി മധുരം, മുൾത്താണിമിട്ടി. അപ്പം ഇത് 3ഉം നമ്മൾ ചേർക്കണം. അപ്പം വേണ്ട ഈ ഒരു ചെറിയ സ്പൂണിൻ്റെ അരഭാഗത്തോളമാണ് ഞാനിത് 3ഉം എടുക്കുന്നത് കേട്ടോ. നമ്മൾ എടുക്കുമ്പം ഒരേ അളവിലെടുക്കാൻ ശ്രമിക്കുക. 1 സ്പൂണാണെങ്കിൽ 1 സ്പൂണായിരിക്കണം 3ഉം എടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ 1/2 സ്പൂൺ വെച്ച് എടുക്കുന്നത് കൊണ്ട് കടലമാവും മുൾത്താണിമിട്ടിയും ഇരട്ടി മധുരവും ഞാൻ 1/2 സ്പൂൺ വെച്ചിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ, കഴുത്തിലോട്ട് അപ്ലൈ ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ ഫേസിലും കഴുത്തിലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതലെടുക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ തൈരിലാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത്. എനിക്ക് റിസൾട്ട് കിട്ടുന്നത് തൈര് മിക്സ് ചെയ്തപ്പോഴാണ്. നിങ്ങൾക്ക് തൈര് സ്യൂട്ടല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലിലോ റോസ് വാട്ടറിലോ നമ്മുടെ സാധാ പച്ചവെള്ളത്തിലോ മിക്സ് ചെയ്യാം കേട്ടോ. ആദ്യം നമ്മൾ ഈ പൊടി 3ഉം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുഴയ്ക്കാൻ ആവശ്യത്തിനായിട്ടുള്ള തൈര് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഞാനിവിടെ 2-3 സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കൂട്ട് ഇങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ. പിന്നെ ഞാനിതിപ്പോൾ റെഡിയാക്കുന്നത് 2 ദിവസത്തേക്കുള്ളതാണ്. ഞാൻ കുറച്ച് എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. നമുക്ക് തൈര് ആഡ് ചെയ്തേക്കുന്നതുകൊണ്ട് 1 ദിവസത്തോളം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. പിന്നെ അത് ചീത്തയായി പോകും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല വൃത്തിയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കട്ടയെല്ലാം എല്ലാം മാറ്റി ഒരു ക്രീമി പരുവാകുമ്പോഴത്തേന് നമുക്കിത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. റിസൾട്ട് സൂപ്പർ റിസൾട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ കരിമംഗല്യമൊക്കെ ഉള്ളവർ കണ്ടിന്യൂസ് ആയിട്ട് ഈ പാക്ക് യൂസ് ചെയ്താൽ ഒരു 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഫേസിലുണ്ടാകുന്ന ആ ഒരു ബ്ലാക്ക് കുറച്ച് ഫെയ്ഡായി വരുന്നത് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിനൊരു നല്ലൊരു റിസൾട്ട് കിട്ടും. മുഖത്ത് ചെറിയ ചെറിയ നമ്മൾ പിമ്പിൾസൊക്കെ വന്ന് പൊട്ടിച്ച് പോകുന്ന പാടുകൾ പോലും വളരെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന നല്ലൊരു അത്ഭുത കൂട്ടെന്ന് തന്നെ പറയാൻ കേട്ടോ. കടലമാവും ഇരട്ടി മധുരവും നമ്മുടെ മുൾത്താണിമിട്ടിയും യൂസ് ചെയ്ത് തൈരിന് പകരം നിങ്ങൾക്ക് പാലോ റോസ് വാട്ടറോ നമ്മുടെ സാധാ പച്ചവെള്ളമോ ഉപയോഗിക്കാം കേട്ടോ. എനിക്കിപ്പോൾ തൈര് സ്യൂട്ടായതുകൊണ്ടാണ് ഞാൻ റെഡിയാക്കുന്നത്. ഇതിപ്പോൾ നല്ല ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി ഇത് വേറൊരു ബൗളിലോട്ട് എൻ്റെ ഫേസിന് മാത്രം എടുക്കാൻ ഒന്ന് മാറ്റി വെക്കുവാണ്. എനിക്ക് 1 സ്പൂണോളം മതി. ബാലൻസ് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് തൊട്ടടുത്ത ദിവസത്തിൽ എടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നല്ല കട്ടിയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ല ഡ്രൈ ആകുമ്പോൾ നമുക്ക് കഴുകി മാറ്റാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഇത്രയും എടുക്കുന്നുള്ളൂ. എൻ്റെ ഫേസിലേക്ക് ഇത്രയും ആവശ്യം മതി. ഞാനൊന്ന് അപ്ലൈ ചെയ്യാൻ പോകണം. ഫേസ് നല്ലതുപോലെ കഴുകിയിട്ടുണ്ട്. ഇരട്ടി മധുരം
ഇരട്ടി മധുരത്തിൻ്റെ ഗുണങ്ങൾ അങ്ങനെ പലർക്കും അറിയില്ല. നമ്മുടെ അങ്ങാടിക്കടയിൽ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു അങ്ങാടിക്കടയിൽ പോയി നല്ലൊരു ബ്രാൻഡ് തന്നെ വാങ്ങാം. ഇരട്ടി മധുരത്തിൻ്റെ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് കറുത്ത പാടുകളെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അത് നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അതിൻ്റെ ഗുണങ്ങൾ. നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകളെല്ലാം വളരെ പെട്ടെന്ന് മാറ്റിയിട്ട് ഫേസിനൊരു ബ്രൈറ്റനിങ് കൊണ്ടുവരാൻ ഇരട്ടി മധുരത്തിന് പറ്റും. മുൾത്താണിമിട്ടി എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാം ഫേസിൽ ബ്രൈറ്റനിങ് കൊണ്ടുവരും. ഡ്രൈ സ്കിൻ, നമ്മുടെ ഓയിലി സ്കിന്നിനാണ് ഏറ്റവും ബെസ്റ്റ് മുൾത്താണിമിട്ടി. കാരണം പെട്ടെന്ന് നമ്മുടെ ഫേസിനെ നല്ല ഡ്രൈ സ്കിന്നാക്കാൻ പറ്റും. കടലമാവും പെട്ടെന്ന് നമ്മളെ ഡ്രൈ ആക്കും. പക്ഷെ നമ്മളിത് മൂന്നൂടെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ തൈരിലോ പാലിലോ ഒക്കെ, തൈരിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു മുഖത്തൊരു ഓയിലായിട്ട് നിൽക്കും. അപ്പം നമുക്ക് ഡ്രൈ സ്കിന്നുകാർ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. എങ്കിലും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഡ്രൈ ആക്കുന്ന സാധനങ്ങളാണ്. അപ്പം നിങ്ങളതനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. നല്ല നമ്മൾക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. ഞാനിതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 വീക്കോളം ആവുന്നു ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് തീർച്ചയായിട്ടും ഇതൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇതുപോലെ എൻ്റെ ഫേസിൽ അങ്ങനെ വലിയ കറുത്ത പാടുകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ കണ്ണിൻ്റെ അടിയിലൊക്കെ ചെറിയ കറുപ്പുണ്ട്. അത് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. കണ്ണിൻ്റെ പുറത്തും കണ്ണിൻ്റെ അടിയിലൊക്കെ ഇടുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് ധൈര്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കട്ടിയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ലപോലെ ഡ്രൈ ആകും. കാരണം ഇത് ഡ്രൈ ആക്കുന്ന സാധനങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കുന്നത്. പെട്ടെന്ന് ഡ്രൈ ആകും. അപ്പം നമുക്ക് പതിയെ കുറച്ച് വെള്ളം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് കഴുകിയെടുക്കാവേ. ഇതിപ്പോൾ വേണ്ട ഞാൻ നല്ലതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. വേണ്ട ഇതിപ്പോൾ ഒരു 10-20 മിനിറ്റ് വരെ ഞാൻ അത്ര ആയില്ല കേട്ടോ. 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല പോലെ സ്കിന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ സ്കിന്നിന് ഇങ്ങനെ വലിച്ചിലുണ്ടാവുന്നത്. അപ്പോൾ അത്രയും ഡീപ്പായിട്ട് ഡ്രൈ ആവുന്നവരെ നിൽക്കേണ്ട. നമ്മുടെ സ്കിന്നിന് ആ ഒരു ഫീല് നമുക്കുണ്ടാകുമ്പോൾ തന്നെ നമുക്കിത് കഴുകാം കേട്ടോ. ഞാൻ ഇപ്പോൾ തന്നെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മസാജ് ചെയ്തൊന്ന് കഴുകി കളയാവേ. നമ്മളെപ്പം ഏതൊരു പായ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ആ പായ്ക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് കഴുകി കളയുമ്പം ഒന്നുകൂടെ റിസൾട്ടാണ്. അല്ലാതെ വലിച്ച് കഴുകരുത്. പതിയെ സാവധാനം നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് കഴുകുമ്പം ഒന്നുകൂടെ റിസൾട്ട് കേട്ടോ. നമ്മൾ സാധാ പച്ചവെള്ളത്തിലാണ് കഴുകുന്നത്, ചൂടുവെള്ളം ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇത് കഴുകി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. എനിക്കിപ്പം ഞാൻ ഇരിക്കുന്ന ഒരു ഇച്ചിരി ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഫോണിൻ്റെ ക്യാമറയിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചേക്കുവാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വേരിയേഷൻ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണ്. പിന്നെ ഇത് പോകാനൊരു ഇച്ചിരി പാടാണ്. കാരണം കടലമാവായാലും മുൾത്താണിമിട്ടി ആയാലും നല്ല വൃത്തിയായിട്ട് ഫേസിൽ ഒട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് വാഷ് ചെയ്യണം. ഞാനിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ലൈവായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കഴുകുന്നത്. പക്ഷേ നല്ലതുപോലെ ഞാൻ വീണ്ടും ഒന്നുകൂടെ കഴുകും. അത് പിന്നെ ഇപ്പം ഞാൻ നിങ്ങളെ ഇങ്ങനെ ഒന്ന് കഴുകി ജസ്റ്റ് കാണിച്ചു തരാം. നല്ല റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കേട് ഉള്ള കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ ഫേസിന് ഡാമേജസ് ഉണ്ടാക്കുന്ന ഒന്നുമല്ല. കടലമാവും ഇരട്ടി മധുരവും മുൾത്താണിമിട്ടി പിന്നെ തൈരും നമ്മുടെ ഫേസിന് നല്ല സ്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. എസ്പെഷ്യലി ഞാൻ എടുത്തെടുത്ത് പറയുന്നു, കരിമങ്കലിലുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു പായ്ക്ക് നിങ്ങളൊന്ന് ഡെയിലി ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേനും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ കണ്ണിൽ കുറച്ച് പോയി കേട്ടോ. അതാണ് ഞാൻ കണ്ണ് ഇട്ടൊന്ന് തിരുമിയത്. അപ്പം എന്താണ്ട് ഇങ്ങനെ ഞാൻ കഴുകിയുള്ളൂ, ഞാൻ ഫുള്ളായിട്ട് കഴുകിയില്ല. അതേണ്ട ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.